ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ വേൾഡ് കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പൂർണ്ണതയിൽ എത്തുന്ന ഒരു സമയമാണ്. എല്ലാം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു തോന്നലൊക്കെ ഈ ഒരു സമയം വരുമെന്നുള്ളതാണ്. നിങ്ങൾ എന്തിനാണോ പരിശ്രമിച്ചത് ആ പരിശ്രമത്തിനൊരു ഫലമുണ്ടാകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ നിങ്ങളുടെ കുണ്ടലിനിയൊക്കെ ഒന്ന് റേസ് ചെയ്യുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയം നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ദൈവം കേൾക്കുന്നു എന്നുള്ളതാണ്. തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ മാറി. ഇപ്പോൾ പ്രഗ്നൻസിയൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് അത് കാണുന്നുണ്ട്. യാത്രാ തടസ്സമുള്ളവർക്ക് അത് മാറുന്നുണ്ട്. അപ്പോൾ പൂർണ്ണത നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. മാത്രമല്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹാപ്പിനെസ്സും ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ വരുന്നു എന്നാണ്. ഒരു ബ്രില്യൻറ്റ് സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പാടിന് ശേഷം വരുന്ന ഒരു സക്സസ് ആയിരിക്കാം ഇത്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അതും സക്സസ് ആകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റിലേക്കൊക്കെ പോകുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു വേൾഡ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാമായി എന്നൊരു ചിന്തയാണ്. അതും വളരെ ഗ്രൗണ്ടഡ് ആയിട്ടിരുന്നാണ് അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ മനസ്സുകൊണ്ട് ഒരു തൃപ്തിയൊക്കെ വരുന്ന ഒരു സമയമാണ്. ഞാൻ ഓക്കെ ആണ് എന്ന് മനസ്സുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയമാണ് ഇതെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഒരു മനസ്സമാധാനവും സന്തോഷവും ഒക്കെ തോന്നുന്ന ഒരു സമയമാണിത്. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും നേടിയെടുക്കാനുള്ളൊരു ഫ്രീഡം തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഒരു പൂർണ്ണതയിലെത്തിയ തോന്നലൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമുക്ക് നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രൗഡായിട്ട് തോന്നുന്ന ഒരു സമയമാണിത്. ഞാൻ ഓക്കെയാണ് എന്നൊരു തോന്നൽ. അപ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് ആദ്യം പ്രൗഡായിട്ട് ഫീൽ ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തു, എനിക്ക് മിസ്റ്റേക്ക് പറ്റി, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് എന്നൊക്കെ പലപ്പോഴും പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ സ്വയം കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ നമ്മളെ താഴ്ത്തി കാണാതിരിക്കുക. തെറ്റുകുറ്റങ്ങൾ എല്ലാവർക്കും വരും. അപ്പോൾ നമ്മളത് ക്ഷമിച്ചു കൊടുക്കുക. നമ്മളോട് ഫൊർഗീവ്നെസ് നമ്മൾ തന്നെ ചോദിക്കുക എന്നുള്ളതാണ്. ഗിൽറ്റ് ഫീലിംഗ് ഒന്നും തന്നെ ഇല്ലാതെ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ് ഈ ഒരു സമയം. അതുപോലെ തന്നെ ഒരുപാട് തെറ്റുകളിൽ നിന്നുമാണ് നമ്മൾ ശരിയിലേക്ക് പോവുക. അപ്പോൾ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്കും എൻലൈറ്റ്മെൻറ്റിലേക്ക് പോകാമെന്നുള്ളതാണ്. നിങ്ങൾക്കൊരു പൂർണ്ണതയിലേക്ക് പോകാൻ പറ്റും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഹൈ പ്രിസ്റ്റീസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫെമിനിയൻ എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് എനർജിയൊക്കെ റിമൂവ് ചെയ്യാനുള്ളൊരു സമയമാണിത്. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ്സ് ഉണ്ടെങ്കിലോ
അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു സമയം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ വിട്ടുപോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലൂടെ നിങ്ങളുടെ സോളുമായിട്ട് കണക്ട് ചെയ്ത് പലതരത്തിലുള്ള തിരിച്ചറിവുകൾ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയത്തെ നിങ്ങളുടെ ആ ഒരു ഫെമിനിയൻ എനർജി വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സമയം കൂടിയാണിത്. നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്ന ആ ഒരു അവസ്ഥയൊക്കെ മാറി ശരിക്കും വളരെ ക്ലിയർ ആയൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഡിവൈനിൽ നിന്ന് ഒരു ഗൈഡൻസ് ആയിട്ട് കിട്ടുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർക്ക് ഈ സമയം മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴോ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴോ ഒക്കെ നിങ്ങൾ ചോദിച്ചിരുന്ന ഏതെങ്കിലും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ സമയം ഒരു ഇൻറ്റ്യൂഷനായിട്ട് നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു മെസ്സേജ് ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ എൻഡായി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പുതിയൊരു തുടക്കം കാണുന്നുണ്ട്. ഒരു സമാധാനത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. കുറേ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് നിങ്ങൾ പുറത്തേക്ക് വരുന്നൊരു സമയമാണ് ഈ ഒരു സമയം. ശരിക്കും നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ പ്രതീക്ഷ നൽകുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. നിങ്ങളുടെ ചിന്തകളിലും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. ചില കേസുകളിൽ നിന്നാവാം അത്, അല്ലെങ്കിൽ ചില റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ നിന്നാവാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളിൽ നിന്നും എല്ലാം നിങ്ങൾ മാറിപ്പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചില അസുഖങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നൊരു സാഹചര്യമാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഒരു അസുഖങ്ങളും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നതുമാകാം. ചിലപ്പോൾ ഇത് നിങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആർക്കെങ്കിലും ആകാം. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ചില ആൾക്കാർക്ക് നിങ്ങൾ വേറൊരു രാജ്യത്തേക്ക് ട്രാവൽ ചെയ്തു പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ സ്ഥലം മാറിപ്പോകുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങൾ വീട് മാറുന്നതാകാം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇതിൽ കുറേ ആൾക്കാർ തീർത്ഥാടന യാത്ര പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അല്ലെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു തീർത്ഥാടന യാത്രയ്ക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നതുമാകാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നു എന്നാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ജീവിതത്തിൽ ഒരു വെളിച്ചം ലഭിക്കുന്നിടത്ത് നിങ്ങൾ നടന്നെടുക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഹൈറഫിൻറ്റിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ഈ സമയം കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെയൊക്കെ ഒരു പ്രസൻസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സമയം നിങ്ങളുടെ പിതൃക്കളിൽ നിന്നും ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ പിതൃക്കളെ കൂടി ഒന്ന് നിങ്ങൾ സ്മരിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഇതിൽ കാണുന്നുണ്ട്, ആ ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഗുരുവിനെ കിട്ടിയ ഒരു എനർജി നിങ്ങൾക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയ ചില അറിവുകൾ കൂടി ലഭിക്കുന്ന ഒരു എനർജി ഉണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തെക്കുറിച്ച് ചില അറിവുകൾ കൂടുതലായി നിങ്ങൾക്ക് ചില ആളുകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ പുതിയ ചില കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് ഗുരുക്കന്മാരുടെ അടുത്ത് പോകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾ കാണാനോ ഒക്കെ നിങ്ങൾ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജി തരുന്ന ഒരാളിനെ നിങ്ങൾ കണ്ടുമുട്ടാനുള്ള സാഹചര്യവും നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്.
പിന്നെ ഇവിടെ എംപററാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ഒരു ഉത്തരവാദിത്വം അത് നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു എനർജിയാണ്. അത് മറ്റുള്ളവർ ചെയ്യേണ്ടതല്ല, അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് തോന്നി തുടങ്ങുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾ തന്നെ സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുകയും അതിനുവേണ്ടി ആക്ഷൻ എടുക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ചു നിർത്താനും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്ഥാനം ഉറപ്പിക്കാനും ഒക്കെ ഇവിടെ സാധിക്കുമെന്നുള്ളതാണ്. പാസ്റ്റിൽ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാത്ത ആൾക്കാർ, അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായമില്ലാതെ അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടില്ലാതെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന ആൾക്കാർ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ മാറി തുടങ്ങുകയാണ്. കാരണം മറ്റുള്ളവരുടെ സപ്പോർട്ടില്ലാതെ എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുമെന്നുള്ള ചിന്ത അത് ഈ സമയമുണ്ട്. എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും, ആ ഒരു ചിന്ത നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർ സഹായിച്ചാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന് ചിന്തിച്ച നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ചിന്ത വിട്ടുകളയണം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഫുൾ കാർഡാണ്. തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കമാണ്. അതായത് വളരെ കോൺഫിഡൻസോടുകൂടി നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ്. പുതിയ പ്രതീക്ഷ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് പുതിയ തുടക്കമെന്ന് പറയുമ്പോൾ ജോലിയാകാം, സ്പിരിച്വൽ പ്രാക്ടീസസ് ആകാം, പുതിയ വരുമാനമാർഗമാകാം. അപ്പോൾ ഇതിലെല്ലാം പുതിയ തുടക്കം നിങ്ങൾക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ സ്റ്റാർട്ട് ഉണ്ടാകുന്നു. ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ വിട്ടുകളഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു പുതിയ തുടക്കമിടുന്ന എനർജിയാണ്. അതും വളരെ കോൺഫിഡൻസോടുകൂടി നിങ്ങളുടെ ജീവിതം ഏറ്റവും മനോഹരമാക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഒരു പുതിയ തുടക്കം ഈ സമയം നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ സമയം നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ചെയ്തിരുന്ന പഴയ എന്തെങ്കിലും ഒരു കാര്യം അത് വീണ്ടും ഒന്നേന്ന് നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്നതുമായിരിക്കാം. അപ്പോൾ നിങ്ങൾ ശരിക്കും പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് വേണം. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുക. പിന്നെ ഇവിടെ 4 ഓഫ് വാൻഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ആഘോഷങ്ങളാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ സമയം പോകണ്ടെന്ന് വിചാരിച്ചിരുന്ന എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നേരത്തെ നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന കാര്യം നിങ്ങൾ വേണ്ടാന്നൊക്കെ വിചാരിച്ചിരുന്നൊരു കാര്യമാകാം. ചിലപ്പോൾ അത് നിങ്ങളുടെ സുഹൃത്തുക്കളെ കാണാൻ പോകുന്നതാകാം, അല്ലെങ്കിൽ ചില ആഘോഷങ്ങളിൽ പങ്കെടുക്കേണ്ട ഒരു കാര്യമാകാം. അതായത് ചില ആഘോഷങ്ങളിൽ പങ്കെടുക്കണ്ടെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചതാവാം. പക്ഷേ പെട്ടെന്ന് നിങ്ങൾക്ക് അവിടെ പോകണമെന്ന് തോന്നി അവിടെ പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സമയം കുറേ ആൾക്കാർക്ക് നിങ്ങളുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സന്തോഷങ്ങളിലൊക്കെ പങ്കെടുക്കാനൊരു അവസരം ഉണ്ടെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് വരുന്നൊരു സമയമാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങൾക്കൊന്നും നേരത്തെ മറ്റുള്ളവർ അംഗീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത പല കാര്യങ്ങൾക്കും അതിനനുസരിച്ചുള്ള ആ ഒരു ഫലം തിരിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു സമയം നിങ്ങൾ ചെയ്ത കാര്യത്തിൻ്റെ ആ ഒരു ഫലം തീർച്ചയായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ്. എന്താണോ നിങ്ങൾ കൊടുത്തത്, ആ കൊടുത്തതിൻ്റെ അതിലുപരിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കർമ്മ തിരിച്ചു വരുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് നല്ല കർമ്മം ചെയ്തിട്ടും എനിക്കത് കിട്ടാത്തത് എന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് അതൊക്കെ മാറ്റിയിട്ട് കർമ്മ എന്നത് റിയൽ ആണ് എന്ന് ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങളിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങൾ ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും ഒക്കെ കുറേ ആളുകൾ ഇവിടെ എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഏതൊരു സാഹചര്യത്തിലാണോ ഒരു സഹായം ആവശ്യമുള്ളത്, ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങളുടെ ടാലൻറ്റ്
മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു സമയമാണ്. മറ്റുള്ളവരുമായി ചേർന്ന് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ എനർജി ലെവലുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന, നിങ്ങളുടെ വൈബ്രേഷനുമായി ഒരേ ലെവലായിട്ട് നിൽക്കുന്ന ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അവരുമായിട്ടൊരു കൊളാബറേഷനൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്പിരിച്വൽ സെലിബ്രേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലാകാം. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് എല്ലാവർക്കും സന്തോഷം തരുന്നൊരു കാര്യം ഈ സമയം നിങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നിങ്ങളതിൽ ഉൾപ്പെടും എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കൂടുതലായിട്ടും നിങ്ങളുടെ ആ ഒരു ടാലൻറ്റ് മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. വിവിധ സ്രോതസ്സുകളിൽ നിന്നും പണം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ചിലർക്ക് അതൊരു കുടുംബ സ്വത്തായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അത് പണമായിട്ടായിരിക്കാം, വസ്തുവായിട്ടായിരിക്കാം ആ ഒരു കുടുംബസ്വത്ത്. അപ്പോൾ നിങ്ങൾക്ക് സമൃദ്ധി കൊണ്ടുവരുന്ന ഒരു സമയമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ അത്രയധികം ഹാർഡ് വർക്ക് ചെയ്തൊരു കാര്യം ഫിസിക്കലായിട്ട് മാത്രമായിരിക്കില്ല, നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത്രയും നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടാവാം. അപ്പോൾ അതിൻ്റെ പ്രതിഫലം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സമൃദ്ധി കൊണ്ടുവരുന്ന ഒരു സമയമാണിത്. നിങ്ങൾ നിശ്ചയദാർഢ്യത്തോടു കൂടി ചെയ്ത കാര്യങ്ങൾക്കുള്ള ഫലമാണ് തീർച്ചയായിട്ടും വരുന്നത്. പലതവണ ഇതിൽ നിങ്ങൾ തോറ്റുപോയിട്ടുള്ളതായിരിക്കാം, പക്ഷെ വീണ്ടും വീണ്ടും നിങ്ങളത് ചെയ്തിട്ടുണ്ടായിരിക്കാം ആ ഒരു കാര്യം. അപ്പോൾ ആ ഒരു കാര്യത്തിന് ഈ സമയം അതിൻ്റെ ആ ഒരു ഫലം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ ഡെത്ത് കാർഡാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരുപാട് പരിവർത്തനം സംഭവിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു കാര്യം അത് ഈ ഒരു സമയം സംഭവിച്ചേക്കാം. നിങ്ങൾക്ക് പുതിയൊരു വ്യക്തിയായി മാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പുതിയ തുടക്കമാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് വിഷമിച്ചിരുന്ന ആ ഒരു സാഹചര്യങ്ങളെല്ലാം ഇവിടെ എൻഡ് ആയിപ്പോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മാത്രമല്ല, നിങ്ങൾ എൻഡ് ആയിപ്പോയി എന്ന് വിചാരിച്ച പല കാര്യങ്ങളും വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. പൂർണ്ണമായും എൻഡ് ആയിപ്പോയി എന്നൊക്കെ വിചാരിച്ച കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഇനി അത് സംഭവിക്കില്ല എന്ന് വിചാരിച്ച കാര്യമായിരിക്കാം. ആ കാര്യങ്ങളൊക്കെ വീണ്ടും അതിലൊരു പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നിങ്ങളുടെ തിരിച്ചറിവാണ്. കാരണം നിങ്ങൾ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഒരു ഹാർഡ് വർക്ക് ചെയ്ത് ആ ഒരു കാര്യം അത് സക്സസ്ഫുൾ ആകാഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്ത ഒരു കാര്യമായിരിക്കാം. അത് ബിസിനസ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളാവാം. അത് വീണ്ടും നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ അത് എന്തെങ്കിലും ഹീലിംഗ് പോലുള്ള കാര്യമായിരിക്കാം, എന്തെങ്കിലും പഠിക്കാൻ തുടങ്ങിയത് നിങ്ങൾ നിർത്തിയതായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ എൻഡാക്കിയ ഒരു കാര്യം അത് നിങ്ങളിവിടെ റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ക്യൂൺ ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾക്ക് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണിത്. നിങ്ങൾ ഇമോഷൻസിനേക്കാളും നിങ്ങളുടെ ആക്ഷന് പ്രാധാന്യം കൊടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരതയുണ്ടാകുന്ന ഒരു സമയമാണ്. അത് ജോലിയിലുള്ള പ്രമോഷൻ ആകട്ടെ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ മാറി നിങ്ങളുടെ നഷ്ടങ്ങളൊക്കെ ലാഭങ്ങളാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണിത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹങ്ങളായി മാത്രം ഇരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു സമയം റിയൽ ആയിട്ട് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ശരിക്കും നിങ്ങളെ സ്വയം മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കി ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങിയ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം, ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായാൽ പോലും ഇതെല്ലാം നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സമയമാണ്. അപ്പോൾ ഇതിൽ ഈ സമയം നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയും കഴിവും ഒക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യവും
ഇല്ല എന്നുള്ള തിരിച്ചറിവ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും. നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചിന്തകൾക്കൊരു ക്ലാരിറ്റി ഉണ്ടായാൽ മാത്രം മതി. നമ്മുടെ മനസ്സ് വിഷമിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ആകുലപ്പെടാതിരിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ചുറ്റും നമ്മളെ ആകുലപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ അതിൽ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്യാതെ നമ്മുടെ ചിന്തകളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ ഇവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ ചിന്തിച്ചവർ, നിങ്ങളുടെ ചിന്തകൾക്ക് ഇവിടെ മാറ്റം വരുന്നു എന്നുള്ളതാണ്. നമ്മൾ നമ്മളായിട്ട് തന്നെ നിലനിൽക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും അല്ലെങ്കിൽ കരിയറിലും തമ്മിലുള്ള ആ ഒരു ബാലൻസ് തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഹാങ്ഡ്മാനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു എൻലൈറ്റ്മെൻറ്റിലേക്കൊക്കെ നിങ്ങൾ പോകുന്ന ഒരു അവസ്ഥയാണിത്. ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കൺഫ്യൂഷൻസ് കാണും. അപ്പോൾ ശരിക്കും നമ്മൾ സ്പിരിച്വൽ ആകും തോറും നമുക്കൊരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുന്നുണ്ടാവാം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത് എന്നൊക്കെയുള്ളൊരു ചോദ്യം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ദൈവവുമായിട്ട് കൂടുതൽ അടുക്കും തോറും നമ്മുടെ ആ ഒരു കർമ്മ പെട്ടെന്ന് റിലീസാകും. അപ്പോൾ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്ത് മാറിപ്പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു സമയമാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് പ്രതിസന്ധികളെ നേരിടാനുള്ള ആ ഒരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവുക. മാത്രമല്ല നിങ്ങൾ കാര്യങ്ങളെ പുതിയൊരു രീതിയിൽ നോക്കിക്കാണാൻ ശ്രമിക്കുക എന്നൊരു മെസ്സേജാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.